വലിയ പ്രതീക്ഷയിലാണ് ജോസ് കെ മാണി. പാലാ തെറ്റും എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിൽ കൂടിയാണ് കേട്ടോ. കാരണം ഒരു ഘട്ടത്തിൽ UDF പ്രവേശം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വരുന്നു. ചില നേതാക്കൾക്ക് ചാഞ്ചാട്ടമുണ്ടെന്നുള്ള വാർത്ത വരുന്നു. പക്ഷേ റോഷി എസ്റ്റിനാണത് തടയുന്നത്. അപ്പോൾ ഇടുക്കിയിലെ ഫലവും പ്രധാനമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസുകളുടെ ഒരു രാഷ്ട്രീയ ഭാവി, അവർ ഭിന്നിച്ച രണ്ട് മുന്നണികളായി പോയതിനു ശേഷമുള്ള ശക്തിക്ഷയം. ഇപ്പൊ കാഞ്ഞിരപ്പള്ളി മണ്ഡലം മാത്രമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യം. രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗത്തിന് ജയിക്കാൻ ആത്മവിശ്വാസം. ഇവർക്ക് അത്രയൊന്നും പോരാ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് പാല ഒരു അഭിമാന പ്രശ്നമാണ്. പാല ഏത് വിധേനയും പിടിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നമാണ്. പാലയിലെ ഒരു പോരാട്ടത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. തോടെ ശക്തമായ ത്രികോണ മത്സരമായി ഇത്തവണ പാലായിൽ അങ്ങനെ ഒരു തോൽവി സംഭവിക്കുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് അത് വ്യക്തിപരമായി കൂടി വലിയ തിരിച്ചടി എന്ന നിലയ്ക്ക് പറയേണ്ടി വരും. അവിടെ മാണി സി കാപ്പൻ വിജയിക്കുന്ന സമയത്ത് അവർക്ക് അതിനൊരു ഉദാഹരണം, പറയാനൊരു ന്യായീകരണമേ ഇല്ലാതെ പോയതാണ്. പക്ഷേ ഇനി ഈ പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. അത് സഭയുടെ പിന്തുണയാണ് എങ്കിലും മറ്റുള്ള എല്ലാ സമ്മർദ്ദ ശക്തികളുടെയും പിന്തുണ തേടിയതിനു ശേഷം അത് ഏറെക്കുറെ ഉറപ്പിച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് എന്ന തർക്കമാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടാണ്. തീർച്ചയായും ഷോൺ ജോർജ് വലിയ പ്രതീക്ഷയാണ് NDAക്ക് വെക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത സമയത്ത് വന്ന FCR അതിൽ ജോസ് കെ മാണി സ്വീകരിച്ച നിലപാട്, ജോസ് കെ മാണി പള്ളികളടക്കം തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർത്തിയത് ആ ലക്ഷ്യവും ആ സാഹചര്യവും മനസ്സിലാക്കിക്കൊണ്ടാണ്.